ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ സിക്സ്ത് സെമ്മിലെ എലക്ടീവ് പേപ്പറായ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ഉള്ളൊരു പുതിയ പേപ്പറാണ്. നമ്മൾ പുതിയ സെമ്മ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എലക്റ്റീവായിട്ട് ഒരുപാട് പേപ്പറുകളുണ്ടായിരുന്നു. നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ സെമ്മിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്താണെന്നുള്ള ഇതെല്ലാം തന്നെ നിങ്ങൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു എലക്റ്റീവ് പേപ്പർ നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്താണെന്നും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താണെന്നും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ആദ്യത്തെ ഒരു ഏരിയ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് യൂണിറ്റുകൾ കുറേ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് പറയുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് ഫേസസ് ആണ്. ഫേസസ് നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഫേസസ് ഓഫ് സോഫ്റ്റ്വെയർ പ്രൊജക്ട്സ്. എന്താണ് ഫേസസ്? നിങ്ങൾക്കറിയാം, നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ കടന്നു പോകുന്ന സ്റ്റേജുകളാണ് സോഫ്റ്റ്വെയർ ഫേസസ് എന്ന് പറയുന്നത്. മുന്നേ പറഞ്ഞതാണെങ്കിൽ കൂടി ഇതേപോലെ ഒരു സോഫ്റ്റ്വെയർ ഫേസസ് ഓഫ് സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാത്തത് കൊണ്ടാണ് പിന്നെ ഒരു വീഡിയോ ചെയ്തത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ വീഡിയോ തന്നെ ഞാൻ അയച്ചു തരുള്ളായിരുന്നു ഈ ഒരു പോർഷന് വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ടെന്ന് കരുതിയിട്ടാണ് വേറെ തന്നെ ചെയ്തത്. അപ്പോൾ ഏതൊക്കെയാണ് ഫേസുകൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സീരീസ് ഓഫ് ഫേസാണ്. അത് ഒന്ന് കഴിഞ്ഞ് അടുത്തത് അങ്ങനെയാണ് ഫേസുകൾ പോകുന്നത്. ഒരിക്കലും ഒന്നിൽ നിന്നും സ്കിപ്പ് ചെയ്തിട്ട് അടുത്തേക്ക് പോകാൻ കഴിയില്ല. എപ്പോഴും ആ ഒരു സീരീസ് നമ്മൾ എപ്പോഴും കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അതുകൊണ്ട് മെയിനില്ല കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് ഫേസുകളാണ് ഈ 6 റിക്വയർമെൻറ്റ്സ് ഗ്യാതറിങ് ആൻഡ് അനാലിസിസ്, പ്ലാനിങ്, ഡിസൈൻ, ഡെവലപ്മെൻറ്റ് ഓർ കോഡിങ്. ഡെവലപ്മെൻറ്റും കോഡിങ് ഒറ്റൊന്നായിട്ടാണ് പറയുന്നത്. പിന്നെ ടെസ്റ്റിംഗ്, ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ്. അങ്ങനെ 6 ഫേസുകളാണ് ഉള്ളത്. ഓരോ ഫേസും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൂടിയും ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പറയുകയാണ്. ഇതിൽ റിക്വയർമെൻറ്റ് ഗ്യാതറിങ് ആൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വയർമെൻറ്റ്സ് ഗ്യാതേർഡ് ആൻഡ് ഡോക്യുമെൻറ്റ്. റിക്വയർമെൻറ്റ് കളക്ട് ചെയ്യുക. ആ ഒരു വർക്കിന് ആവശ്യമായിട്ട് റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്തിട്ട് അതിനെ ഡോക്യുമെൻറ്റഡ് ചെയ്യുക. ഡോക്യുമെൻറ്റേഷൻ രൂപത്തിൽ വയ്ക്കുക. അതായത് നമ്മൾ റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് രൂപത്തിൽ ചെയ്യുക. അതിപ്പോൾ സിസ്റ്റത്തിലായാലും അല്ലെങ്കിൽ കൈ കൊണ്ട് പേന കൊണ്ട് എഴുതിയതായാലും എങ്ങനെയായാലും ഒരു ഡോക്യുമെൻറ്റേഷനായിട്ട് ചെയ്യുന്നതാണ് റിക്വയർമെൻറ്റ് ഗ്യാതറിങ് ആൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൽ ആ ഡോക്യുമെൻറ്റിനെ പറയുന്ന പേരാണ് SRS ഡോക്യുമെൻറ്റ്, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്. സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്, SRS ഡോക്യുമെൻറ്റ്. ഈ റിക്വയർമെൻറ്റ് ഗ്യാതറിങ് വഴി കിട്ടിയ റിക്വയർമെൻറ്റ്സിനെ ഡോക്യുമെൻറ്റ് ചെയ്തതാണ് റിക്വയർമെൻറ്റ് SRS ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ SRS എന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജാണ്. കസ്റ്റമറിന് ഡിസൈനറും കൂടി പരസ്പരം കൂട്ടിച്ചേർക്കുന്ന ഒരു ബ്രിഡ്ജ്. കാരണം കസ്റ്റമറിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി ഡിസൈനറിലോട്ട് എത്തിക്കുന്ന ഒരു സ്റ്റേജ് കൂടിയാണ് റിക്വയർമെൻറ്റ്സ് ഗ്യാതറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. SRS ഡോക്യുമെൻറ്റ്. കാരണം ഈ SRS ഡോക്യുമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കറക്റ്റായി ഒരു കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരമുള്ള എല്ലാം തന്നെ അതിലുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമതായി പറയുന്നത് പ്ലാനിങ് ആണ്. ഹൗ ദ റിക്വയർമെൻറ്റ്സ് വിൽ ബി മെറ്റ് ആൻഡ് ബൈ വിച്ച് ടൈം. ഈ റിക്വയർമെൻറ്റ്സ് നമ്മൾ കളക്ട് ചെയ്ത ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട റിക്വയർമെൻറ്റ്സിനെ എങ്ങനെ യൂസ് ചെയ്യാം, എപ്പോഴാണത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം, ഏത് സമയത്താണ് ചെയ്യുന്നതും എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നതും എന്നുള്ള കാര്യമാണ് പ്ലാനിങ്ങിൽ പറയേണ്ടത്. നമ്മൾ റിക്വയർമെൻറ്റ് ഗ്യാദർ ചെയ്തു, അതിനെ ഡോക്യുമെൻറ്റ് ചെയ്തു. അതായത് നമ്മൾ റിക്വയർമെൻറ്റ് കളക്ട് ചെയ്തു, അതിനെ ഡോക്യുമെൻറ്റ് ചെയ്ത് നമ്മളെടുത്ത് വെച്ച് ഈ ഡോക്യുമെൻറ്റേഷൻ പ്രകാരം ഇതിലുള്ള റിക്വയർമെൻറ്റ്സിനെ ഏത് ടൈമിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു, അതാണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ഏത് സമയം, അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഏത് സമയത്ത് എങ്ങനെ യൂസ് ചെയ്യുന്നു, അതാണ് പ്ലാനിങ്. ദിസ് ഫേസ് അപ്ലിക്കബിൾ ഫോർ ദ ഡെവലപ്മെൻറ്റ്. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഫോർ ദ ഡെവലപ്മെൻ്റ് ആണ്. ഫോർ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റ് ആക്ടിവിറ്റീസ്. ശരിക്കും പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ടെസ്റ്റ് ആക്ടിവിറ്റിക്കും കൂടി അപ്ലിക്കബിൾ ആയിട്ടുള്ള ഫേസാണ് ഈ പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ്ങിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. അറ്റ് ദ സ്റ്റാർട്ടിംഗ് ഷെഡ്യൂൾ, സ്കോപ്പ് ആൻഡ് റിസോഴ്സ് ഡെലിവർ. അറ്റ് ദ സ്റ്റാർട്ട് എന്താണ് അത്
എങ്ങനെയൊക്കെ വേണമെന്ന് ഷെഡ്യൂൾ ചെയ്യുക, അതിൻ്റെ സ്കോപ്പ്, പിന്നെ റിസോഴ്സ് ഒക്കെ എങ്ങനെ ഡെലിവർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആണ് സ്റ്റാർട്ടിങ്ങിൽ പ്ലാനിങ്ങിൽ. അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് പ്ലാനും പ്രൊജക്റ്റ് ടെസ്റ്റ് പ്ലാനും ഡോക്യുമെൻ്റൊക്കെ ഡെലിവർ ചെയ്യുന്നത് പ്ലാനിങ്ങിൻ്റെ എൻഡിലാണ്. അത് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നത് എന്താണ്, ഇത് ഷെഡ്യൂൾ ചെയ്യലാണ്. റിക്വയർമെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഷെഡ്യൂൾ ചെയ്യുക, അതിൻ്റെ സ്കോപ്പ്, പിന്നെ റിസോഴ്സ് ഏത് സമയങ്ങളിലാണ് ഡെലിവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ പറയേണ്ടത്. എൻഡിങ്ങിൽ പറയേണ്ടത് എന്താണ്, പ്രൊജക്റ്റ് പ്ലാനും ടെസ്റ്റ് പ്ലാനും ഡോക്യുമെൻ്റ് ചെയ്യുക. അതായത് പ്രൊജക്റ്റ് പ്ലാൻ എങ്ങനെ ചെയ്യണം, ടെസ്റ്റ് പ്ലാൻ എങ്ങനെ ചെയ്യണം, ടെസ്റ്റ് എങ്ങനെ ചെയ്യണമെന്നും പ്രൊജക്റ്റ് ഡെവലപ്മെൻറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യലും കൂടിയാണ് പ്ലാനിങ്. അത്രയും എല്ലാ കാര്യങ്ങളും പ്ലാനിങ് ഷെഡ്യൂൾ ചെയ്യുക, അതാണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തെ പറഞ്ഞ ഡിസൈനാണ്. നമ്മൾ ഈ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത റിക്വയർമെൻറ്റ് അനാലിസിസിൽ ഡെവലപ്പ് ചെയ്ത SRS ഡോക്യുമെൻറ്റിനെ ഡിസൈൻ ഫോർമാറ്റിലോട്ട് മാറ്റലാണ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ. കാരണം പ്ലാനിങ്ങിൽ ഷെഡ്യൂളിംഗ് ആണ് മുഴുവനായിട്ട് നടക്കുന്നത്. ആ ഷെഡ്യൂളിംഗ് പ്രകാരം നമ്മൾ ഡിസൈനിങ് എന്താണ് ചെയ്യേണ്ടത്, ഈ SRS ഡോക്യുമെൻറ്റിനെ ഡിസൈനിലോട്ട് കൺവേർട്ട് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. ഡിസൈനെ കുറിച്ച് പലതരത്തിൽ ഡിസൈൻ ഉണ്ടെന്നും ഒക്കെ നമ്മൾ മുന്നേ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ പഠിച്ച കാര്യങ്ങളാണ്, കൂടുതലായിട്ട് ഇതിൽ പറയണില്ല. പിന്നെ ഡെവലപ്മെൻറ്റ് വർക്ക്, ഇതിൽ ഓരോ സ്റ്റേജുകൾ പോലും നമ്മൾ ഓരോരോ മോഡ്യൂളുകളായിട്ട് പഠിച്ചതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഇത് തറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ഡെവലപ്മെൻറ്റ് ഓർ കോഡിങ്. ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കോഡിങ് എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വൽ ബ്ലൂ പ്രിൻറ്റ് ഓഫ് ദി ആക്ച്വൽ കോഡിങ് പ്രൊസീജിയർ. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് ഈ കോഡിങ് എന്ന് പറയുന്നത്, ഒരു രൂപരേഖ. ഈ ഒരു കോഡിങ് വെച്ചുകൊണ്ടാണ് നമ്മുടെ വർക്ക് റണ്ണാവുന്നത്. ഓൾറെഡി ഡിസൈൻ ചെയ്യപ്പെട്ട ഈ റിക്വയർമെൻറ്റ്സിനെ ഈ SRS ഡോക്യുമെൻറ്റിനെ നമ്മൾ എന്തെങ്കിലും ഡിസൈൻ ചെയ്തു, ഈ ഡിസൈൻ ചെയ്തതിന് എന്തെങ്കിലും കോഡിങ് ഫോർമാറ്റിലോട്ട് മാറ്റലാണ് എന്ത് പറയുന്നത്, കോഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കോഡിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു വർക്കിൻ്റെ ഒരു രൂപരേഖയാണ്, ശരിക്കും പറഞ്ഞാൽ പ്ലാനാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ലാസ്റ്റ് പറഞ്ഞ ടെസ്റ്റിംഗ് ആണ്. ടെസ്റ്റിംഗ് നമുക്കറിയാം, ഓൾറെഡി ഡെവലപ്പ് ചെയ്ത കോഡിനെ എറേഴ്സിനെ റിമൂവ് ചെയ്യലാണ് ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലതരത്തിലുള്ള ടെസ്റ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. കാരണം ഓരോ എറേഴ്സ് നീക്കാൻ വേണ്ടിയിട്ട് ഓരോ ടെസ്റ്റിംഗ് നടത്തേണ്ടി വരും. അതാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫേസാണ്. പിന്നെ പറയാനുള്ള ടെസ്റ്റിംഗ് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ആണ്. ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കസ്റ്റമർക്ക് നമ്മുടെ വർക്ക് ഡെലിവർ ചെയ്യുക, അതാണ് ഡിപ്ലോയ്മെൻറ്റ്. അതായത് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് കസ്റ്റമറിന് പ്രൊജക്റ്റ് ഡെലിവർ ചെയ്യുക, അതാണ് ഡിപ്ലോയ്മെൻറ്റ്. പിന്നെ മെയിൻ്റനൻസ്, അതായത് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സാധൂകരിക്കലാണ് എന്ത് മെയിൻ്റനൻസ് കൊണ്ട് ഉദ്ദേശിച്ചത്. മെയിൻ്റനൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടെങ്കിൽ കൂടി ജസ്റ്റ് പറയാണ്. മെയിനായിട്ടുള്ള മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് കറക്റ്റീവ് മെയിൻ്റനൻസ്, അഡാപ്റ്റീവ് മെയിൻ്റനൻസ്, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്. കറക്റ്റീവ് മെയിൻ്റനൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ, മിസ്റ്റേക്ക് ഒരു കസ്റ്റമർ ഡെലിവറി ചെയ്തതിന് ശേഷം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് റിമൂവ് ചെയ്യാനുള്ളതാണ് കറക്റ്റീവ് പേര് തന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി കറക്റ്റീവ് മെയിൻ്റനൻസ്. പിന്നെ അഡാപ്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പുതിയൊരു ഫീച്ചർ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അവിടെ നിലനിൽപ്പില്ലാണ്ട് വരും, അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് അല്ലാതായി വരും. അങ്ങനെ ഒരു സമയത്തിൽ എന്ത് ചെയ്യും, നമുക്കതിൻ്റെ അതിനനുസരിച്ച് അപ്ഡേഷൻ നമ്മുടെ വർക്കിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ നിലനിൽപ്പിനും വേണ്ടിയിട്ടുള്ള ഒരു ചേഞ്ചാണ്, അതാണ് അഡാപ്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അതേസമയം പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആണ്. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ചെയ്യുന്ന മെയിൻ്റനൻസ് ആണ് പ്രിവെൻറ്റീവ്. അപ്പോൾ ഒന്ന് തടയാൻ വേണ്ടിയിട്ട്, അതായത് പ്രശ്നങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും, പിന്നെ പ്രശ്നങ്ങൾ ഒന്ന് അപ്ഡേഷനാണ്, ഒന്ന് ആ മീനിങ്ങിൽ തന്നെ ഉണ്ടെന്ന് കറക്റ്റ് ഒന്ന് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ, പ്രശ്നങ്ങൾ വരാതിരിക്കാൻ, പ്രശ്നങ്ങൾ വന്നിട്ട് അതിനെ വീണ്ടും എന്താണ് അപ്ഡേറ്റ് ചെയ്യാൻ, അതാണ് അഡാപ്റ്റീവ് എന്ന് പറയുന്നത്. നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ്റനൻസ്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്താണ് അത് കറൻറ്റായിട്ട് നിലനിൽക്കാൻ അതിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെന്തെങ്കിലും നമ്മളെന്തെങ്കിലും മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരും, അതാണ് അഡാപ്റ്റീവ് മെയിൻ്റനൻസ്. അങ്ങനെ 3 തരം മെയിൻ്റനൻസ് ആണുള്ളത്. അതാണ് ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് പറയുന്നത് ലാസ്റ്റ് സ്റ്റേജ്. വളരെ സിമ്പിളാണ്. ഇപ്പോൾ റിക്വയർമെൻറ്റ്
ഗ്യാതറിങ്, റിക്വയർമെൻറ്റ് ഗ്യാതറിങ് ആൻഡ് അനാലിസിസ്, പിന്നെ പറയുന്നത് പ്ലാനിങ്, പിന്നെ പറയുന്നത് ഡിസൈൻ, ഡെവലപ്മെൻറ്റ് ഓർ കോഡിങ്, പിന്നെ പറയുന്നത് ടെസ്റ്റിംഗ്, ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ്. ഇത്രയും കാര്യം പറഞ്ഞോളൂ. വളരെ പഠിച്ച കാര്യങ്ങൾ തന്നെ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ. കാരണം ഇത് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്, അധികം എക്സാമിന് ചോദിച്ചുകൊണ്ടൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.